അറാസലി ഫ്രിഡറിക് നാപ്പയെ കണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു തൻ്റെ ഭർത്താവിനെ കാണാനില്ലെന്നും തന്നെയും നവജാത ശിശുവിനെയും ഉപേക്ഷിച്ച് അദ്ദേഹം പോയതാണോ എന്നും ചോദിച്ചു. നാപ്പ അവളെ ആശ്വസിപ്പിച്ചു. ഹുവാൻ ജർമ്മനിക്ക് വേണ്ടി ബ്രിട്ടനിൽ രഹസ്യ ദൗത്യത്തിലാണെന്നും അവൾ അതിൽ അഭിമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഹുവാൻ എവിടെയാണെന്നാണ് അബ്വർ വിശ്വസിക്കുന്നതെന്ന് അറാസലിക്ക് കൃത്യമായി മനസ്സിലായി. കൂടാതെ ജർമ്മനിക്കാർക്ക് ഈ ചാരനിൽ എത്രത്തോളം വിശ്വാസമുണ്ടെന്നും അവൾക്ക് ബോധ്യപ്പെട്ടു. ഹുവാൻ ഉണ്ടാക്കിയ വ്യാജ ചാരന്മാരുടെ കഥകൾ ഭയങ്കര വിശ്വസനീയമായിരുന്നു. അവർക്ക് വേണ്ടി അബ്വറിൽ നിന്ന് ശമ്പള വർധനവ് വരെ അദ്ദേഹം ചോദിച്ചു വാങ്ങി. ഈ ഓപ്പറേഷനിലൂടെ ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ഏകദേശം 20,000 പൗണ്ട് അവർ കൈക്കലാക്കി. അത് ഇന്നത്തെ കാലത്ത് $10 ലക്ഷം അധികം വരും. 1942 ഫെബ്രുവരി ആയപ്പോഴേക്കും ബ്ലെസ്ലി പാർക്കിലെ അൾട്ര എന്ന ബ്രിട്ടീഷ് ഇന്റലിജൻസ് പ്രോഗ്രാം ക്രാക്ക് ചെയ്ത എനിഗ്മ കോഡുകളിലൂടെ അറാബൽ, അതായത് നമ്മുടെ ഹുവാൻ, അബ്വറിലേക്ക് അയക്കുന്ന സന്ദേശങ്ങൾ ചോർത്താനും അവയുടെ അർത്ഥം മനസ്സിലാക്കുവാനും തുടങ്ങിയിരുന്നു. ലണ്ടനിലാണെന്ന് അവകാശപ്പെടുന്ന ഒരു ജർമ്മൻ ഏജന്റ് യഥാർത്ഥത്തിൽ ലിസ്ബണിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്